ഹായ് ഫ്രണ്ട്സ്, ഡിറ്റാണ് കേട്ടോ. ഇന്ന് വാവയ്ക്ക് ഈവനിങ്ങിലാണ് ജോലി. അപ്പോൾ ഞാനും ലൂക്കാച്ചനും വാവയും വീട്ടിലുണ്ട്. രാവിലെ തന്നെ നമുക്കൊരു വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. നല്ല ഫ്രഷ് വാഴയിൽ പൊതിഞ്ഞ എലയുടെയാണ് ഇന്നത്തെ താരം. ലൂക്കാച്ചനാണെങ്കിൽ പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തിട്ടോ. ഞാനും വാവയും തേങ്ങയും ശർക്കര ഇട്ട മറ്റൊരു വേർഷൻ എലയുടെയും സെറ്റാക്കി. അതിൻ്റെ കൂടെ ഏലക്കായിട്ട് പൊടിച്ചിട്ട ഒരു ചായയും കൂടെ ആയപ്പം സംഭവം ഉഷാറായി കേട്ടോ. അതിൻ്റെ ലൂക്കാച്ചനാണെങ്കിൽ ഒരു ചെറിയൊരു പണിയും തന്നു കേട്ടോ. കുടിക്കാൻ കൊടുത്ത പാല് കുറച്ച് തലക്കൂടെയും കുറച്ച് ദേഹത്തോടെ ഒഴിച്ച് തീരുമാനമാക്കി തന്നു. അവനെ കുളിപ്പിച്ച് സെറ്റപ്പാക്കി ഒരുക്കി കുറച്ച് നേരം ഒന്ന് ഉറക്കാൻ കിടത്തിയപ്പോഴത്തേക്കും വാവയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. വാവനെ കൊണ്ട് ഡ്യൂട്ടിക്ക് വിട്ട ശേഷം എനിക്ക് ലൂക്കാച്ചനും ഒരു കുഞ്ഞു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിക്ക് പോകേണ്ടതുണ്ട് കേട്ടോ. അത് ആരുടെ ബർത്ത്ഡേ ആണെന്നല്ലേ? ഞങ്ങളുടെ സ്വന്തം സാൻഡോയുടെ അനിയത്തിയുടെയും രണ്ടാമത്തെ ബേബിയായ നോഹക്കൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന്. ഞാനും ലൂക്കാച്ചനും ഫെബിനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഫുഡൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോഹക്കൂട്ടനാണെങ്കിൽ അനിയത്തിയുടെ തോളിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫെബിൻ ഇരുന്ന് ഉറങ്ങുന്നു. ഇവനാണെങ്കിൽ 2 ദിവസമായിട്ട് ഉറക്കമില്ലെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി നമ്മുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. ലൂക്കാച്ചനാണെങ്കിൽ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും കിട്ടിയപ്പോൾ അവരോടൊക്കെ കൂടി വർത്താനൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നോക്കൂടനാണെങ്കിൽ ചെറിയ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കേട്ടോ. അവനാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കാച്ചാണെങ്കിൽ എല്ലാവരും കൂടെ കളിച്ച് നടക്കുകയാണ്. അങ്ങനെ നോക്കൂടിന്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഞാനും ലൂക്കാച്ചിനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അവിടെ നിന്ന് അവന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിരുന്നു. ലൂക്കാച്ചിന് എനിക്ക് നല്ല ക്ഷീണം ആയതുകൊണ്ട് കുറെ നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയിട്ട് ഞാനും ലൂക്കായും ചെറിയൊരു ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാനും ലൂക്കായും കൂടെ അച്ഛയുടെയും നീയുടെയും വീട്ടിൽ പോയിട്ടോ. അവിടെ ചെന്ന് ഫെബിൻ ഇരിക്കുന്നു. ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഫെബിനും ഉണ്ടായിരിക്കും കേട്ടോ. ലൂക്കാച്ചാണ് ബേബി വേദൂസിന്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം കളിയും ചിരിയൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വാവേനെ ഡ്യൂട്ടിയിൽ നിന്നും പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. വാവയെ പിക്ക് ചെയ്ത് വീട്ടിലെത്തി ഞാൻ ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥന രൂപത്തിന് മുന്നിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം. പ്രാർത്ഥനാ പുസ്തകവും ബൈബിളൊക്കെ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ അത്. ലൂക്കാച്ചനെ പിടിച്ച് ഇപ്പം നിലത്തൊന്നും ഒരു സാധനങ്ങൾ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ലൂക്കാച്ചനാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ സന്തോഷിക്കാനുള്ള വക വരുന്നുണ്ട് കേട്ടോ. ലൂക്കാച്ചന് മാത്രമല്ല ഫെബിനും ഉണ്ട് കേട്ടോ. അങ്ങനെ ലൂക്കാച്ചന്റെ സർപ്രൈസിനും ഫെബിന്റെ സന്തോഷത്തിനുമായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.